നമസ്കാരം. പ്രധാന വാർത്തകൾ. സർജൻ എത്തുന്നു. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ശസ്ത്രക്രിയ പ്രതിസന്ധിക്ക് പരിഹാരം. കായംകുളം പുല്ലുകുളങ്ങരയിൽ വീട്ടിൽ മദ്യവിൽപ്പനയുടെ പരിശോധനയ്ക്കെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റതായി പരാതി. ഉദ്യോഗസ്ഥർ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഓപ്പറേഷൻ തണ്ടറും ഓണം സ്പെഷ്യൽ ഡ്രൈവും. മാവേലിക്കര പുതിയകാവ് ഭാഗത്തു നിന്നും 24.115 ഗ്രാം ബ്രൗൺ ഷുഗറുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. സ്വാതന്ത്ര്യദിനം സ്കൂളുകളിൽ ഉൾപ്പെടെ വിപുലമായ ആഘോഷങ്ങൾ നടന്നു. വാർത്തകൾ വിശദമായി. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിക്ക് പരിഹാരം. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്ന് ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് സർജനെയാണ് പ്രവർത്തന ക്രമീകരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് നിയമിച്ചത്. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് താൽക്കാലിക പരിഹാരമുണ്ടായിരിക്കുന്നത്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് സർജനെ പ്രവർത്തന ക്രമീകരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് നിയമിച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി കെ മുരളീധരനോട് കായംകുളം MLA കൂടിയായ മന്ത്രി എം ലിജു ഉന്നയിച്ച ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. താലൂക്ക് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ നിരവധി ശസ്ത്രക്രിയകൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിയോട് മന്ത്രി എം ലിജു ഇക്കാര്യം ആവശ്യപ്പെട്ടത്. തുടർന്നാണ് ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ കൃഷ്ണകുമാർ ജിയെ ആഴ്ചയിൽ 2 ദിവസം എന്ന നിലയിൽ പ്രവർത്തന ക്രമീകരണത്തിന്റെ ഭാഗമായി കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് നിയമിച്ചിരിക്കുന്നത്. പരമാവധി 6 മാസത്തേക്കോ മറ്റൊരു ഉത്തരവ് ഉണ്ടാകുന്നതോ വരെയാണ് പ്രവർത്തന ക്രമീകരണം. CDNet ന്യൂസ്, കായംകുളം. കായംകുളത്തെ ദേശീയപാത ആകാശപാതയായി മാറ്റണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി അറിയിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് താൻ നൽകിയ നിവേദനത്തിന്മേൽ BJP സംസ്ഥാന നേതൃത്വം നടത്തിയ ഇടപെടലിലാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ആകാശപാതയ്ക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതെന്നും സന്ദീപ് വചസ്പതി അറിയിച്ചു. കായംകുളം നഗരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ആകാശപാതയായി മാറ്റണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി അറിയിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് താൻ നൽകിയ നിവേദനത്തിന്മേൽ BJP സംസ്ഥാന നേതൃത്വം നടത്തിയ ഇടപെടലാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ആകാശപാതയ്ക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതിന് ഇടയാക്കിയതെന്നും സന്ദീപ് വചസ്പതി അറിയിച്ചു. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് എന്നിവർ നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി വിഷയം ചർച്ച ചെയ്തിരുന്നു. കായംകുളത്ത് ആകാശപാത വേണമെന്ന ആവശ്യം ന്യായമാണെന്നും ഇക്കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും മന്ത്രി BJP സംഘത്തിന് ഉറപ്പ് നൽകി. CDNet ന്യൂസ്, കായംകുളം. മാവേലിക്കര തഴക്കര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിറപുത്തരി ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിലെ അതിമന്ദിരത്തിന് മുന്നിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കതിർക്കറ്റുകളുമേന്തിയുള്ള ഘോഷയാത്ര ആരംഭിച്ചു. മാവേലിക്കര തഴക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തരി ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിലെ അതിഥി മന്ദിരത്തിന് മുന്നിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കതിർക്കറ്റുകളുമേന്തിയുള്ള ഘോഷയാത്ര ആരംഭിച്ചു.
മേൽശാന്തി ജി നാരായണൻ നമ്പൂതിരി, സുബ്രഹ്മണ്യ ഹൈന്ദവ സേവാ സമിതി പ്രസിഡന്റ് ഡി ജയപ്രകാശ്, സെക്രട്ടറി ആർ മനോജ്, വൈസ് പ്രസിഡന്റ് PM സുഭാഷ്, ജോയിന്റ് സെക്രട്ടറി CS പ്രശാന്ത്, പ്രവർത്തക സമിതി അംഗങ്ങളായ KG മഹാദേവൻ, സുരേഷ് നെടുമ്പറത്ത്, ഭരണസമിതി അംഗങ്ങളായ TC രാജു, പ്രവീൺ കുമാർ, മോഹനൻ, പൗർണമി സംഘം പ്രസിഡന്റ് ശാരദാ മുരളി, സെക്രട്ടറി അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ക്ഷേത്രത്തിലെത്തിച്ച നെൽക്കതിർ കറ്റകൾ നമസ്കാര മണ്ഡപത്തിൽ നിരത്തി. വിശേഷാൽ പൂജകൾക്ക് ശേഷം നെൽക്കതിരുകൾ ആദ്യം ദേവനും പിന്നീട് ഉപദേവതകൾക്കും സമർപ്പിച്ചു. തുടർന്ന് ഭക്തജനങ്ങൾക്കും വിതരണം ചെയ്തു. CDNet ന്യൂസ് മാവേലിക്കര. കായംകുളം പുല്ലുകുളങ്ങരയിൽ വീട്ടിൽ മദ്യവിൽപ്പന നടക്കുന്നതായി ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ ഹരിപ്പാട് എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റതായി പരാതി. വർഗീസ് പയസ്, രാജേഷ് കുമാർ എന്നീ ഉദ്യോഗസ്ഥർക്കാണ് മർദ്ദനമേറ്റതായി പരാതിയുള്ളത്. ഇവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കായംകുളം പുല്ലുകുളങ്ങരയിൽ വീട്ടിൽ മദ്യവിൽപ്പന നടക്കുന്നതായി ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ ഹരിപ്പാട് എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കാണ് മർദ്ദനമേറ്റതായി പരാതിയുള്ളത്. വർഗീസ് പയസ്, രാജേഷ് കുമാർ എന്നീ 2 ഉദ്യോഗസ്ഥർക്കാണ് മർദ്ദനമേറ്റതായി പരാതിയുള്ളത്. വീട്ടിൽ മദ്യക്കച്ചവടം നടക്കുന്നതായി ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഇരുവർക്കും മർദ്ദനമേറ്റതെന്നാണ് പരാതി. പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സീല എന്ന് പറഞ്ഞ ആളുടെ വീട്ടില് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും മദ്യം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ കയറി അവനെ ഞങ്ങൾ വച്ചില്ലായിരുന്നു, അവരെ പിടിച്ചു അവനെ. അപ്പോൾ അവനും ഭാര്യയും കൂടെ, സീലാലും ഭാര്യയും കൂടെ ഞങ്ങളെ തള്ളി താഴെ ഇട്ടു, ആക്രമിച്ചു. പുറത്തൊക്കെ പാടുകളുണ്ട്, ആക്രമിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, മുറിവൊക്കെ ഉണ്ട് പുറകെ. എന്നിട്ട് അവനെ ഞങ്ങളെ തലയിട്ടിട്ട് അവനോടിപ്പോയി. അവൻ്റെ ഭാര്യയും സീലാലും മറ്റു കുടുംബത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെ 2 പേരും മത്തിയിലായിരുന്നു. മദ്യം കയ്യിലുണ്ടായിരുന്നു. ആ മദ്യം പിടിച്ചത് അവൻ നല്ല ഇച്ചിരി തടിച്ച ഒരാളാണ്. അപ്പോഴത്തേക്കും അവൻ സാധനം കമത്തി കളഞ്ഞു. അവൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ഭാര്യ വന്ന് മദ്യം പിടിച്ചു വാങ്ങിച്ച് താഴെ കളഞ്ഞു. അപ്പൊ അത് കാരണം അവിടെ താഴെ ഒന്നും കുളിക്കാൻ പറ്റില്ല, അവരെല്ലാം മദ്യമായിരുന്നു. അല്ലേ CIക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് മഫ്തിയിൽ ഞങ്ങൾ 2 പേരെ വിട്ടതാണ് നോക്കാൻ വേണ്ടി. ഞങ്ങളാ വീട്ടിൽ ചെന്നപ്പോൾ അയാള് മദ്യവും കുറേ പേർക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നിൽക്കുകയാണ് അവിടെ. ഞങ്ങൾ ചെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അയാൾ മദ്യം ഞങ്ങളുടെ നേരെടുത്ത് എറിഞ്ഞ് ഞങ്ങൾ കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളെ പിടിച്ച് തള്ളുകയും നഖം കൊണ്ട് ആക്രമിക്കുകയും കൈ പിടിച്ചിരിക്കുകയും ചെയ്ത്. പിന്നെ പുള്ളിയെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചപ്പോൾ വീട്ടിലുള്ളവരെല്ലാം വന്ന് നമ്മുടെ കാലെ പിടിച്ച് വലിച്ച് ഞങ്ങൾ 2 പേരും നിലത്തിട്ട് മുതുകുത്തിട്ടൊക്കെ ചവിട്ടി. പിന്നെ കൈ പിടിച്ച് പുറകിൽ നിന്ന് അയോധൊരാൾ തിരിച്ച്. പിന്നെ ഈ മറ്റുള്ളവർ കയറി പിടിച്ച സമയത്ത് ഈ ഞങ്ങൾ പിടിക്കാൻ വന്ന ശ്രീലാൽ എന്ന് പറയുന്ന ആള് എന്നെയും നമ്മുടെ കൂടെയായിരുന്ന രാജേഷ് സാറിനെ ആക്രമിച്ചിട്ട് ഓടിക്കളയുണ്ടായത്. ആദ്യത്തെ അവിടെ ഇരുന്ന ഗ്ലാസ്, ഇയാളെ മദ്യം ഒഴിച്ചു കൊടുത്തിരുന്ന ഗ്ലാസ്, ആ ചില്ല് ഗ്ലാസ് എടുത്ത് ഞങ്ങൾ ആക്രമിച്ചായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന വീട്ടു സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചായിരുന്നു. വീട്ടിനകത്ത് വെച്ചിട്ട് വീടിന്റെ പുറത്തായത് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ ഇത് തൊട്ട് ചെല്ലാൻ ശ്രമിച്ച സമയത്താണ് ഞങ്ങൾ ആക്രമിച്ചത്. വീട്ടിനകത്ത് തന്നെ സ്ഥിരമായിട്ട് ഇപ്പോൾ പരാതി വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആക്രമണം ഉണ്ടായത്. CDNet ന്യൂസ് കായംകുളം. കേരള കർഷക തൊഴിലാളി യൂണിയൻ ദേവികുളങ്ങര മേഖലാ സമ്മേളനം നടത്തി. സമ്മേളനം മുൻ MLAയും യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KK ഷാജു ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക തൊഴിലാളി യൂണിയൻ ദേവികുളങ്ങര മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. പുഷ്പാർച്ചനയ്ക്ക് ശേഷം മുതിർന്ന അംഗം നാരായണൻ പതാക ഉയർത്തി. സമ്മേളനം മുൻ MLAയും കേരള കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KK ഷാജു ഉദ്ഘാടനം ചെയ്തു. ഈ നുണയനായ മുഖ്യമന്ത്രി കേരളത്തിൽ കഴിഞ്ഞ 3 മാസക്കാലമായി ഈ നാട് കഴിഞ്ഞ 10 വർഷക്കാലമായി നേടിയെടുത്ത എല്ലാ നന്മകളെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആദ്യത്തെ അടിയാണ് നമുക്കിട്ടാ കിട്ടിയത് കേട്ടോ. കർഷക തൊഴിലാളികൾക്ക് ആദ്യത്തെ അടി ഇപ്പം നമുക്ക് തന്നെ കിട്ടി. എന്താ പറഞ്ഞിരിക്കുന്നത്? കർഷക തൊഴിലാളി പെൻഷൻ, ക്ഷേമ പെൻഷനുകളെല്ലാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴിയാണ് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ഇനി മുതൽ അങ്ങനെ കൊടുക്കില്ല. കൊടുക്കുന്നത് നിങ്ങളൊക്കെ നമ്മളെ കർഷക തൊഴിലാളി പെൻഷൻ കോപ്പറേറ്റീവ് ബാങ്കുകാരെല്ലാം തട്ടി തിന്നുകയായിരുന്നു അത്രയും. അപ്പോൾ ഈ നാട്ടിൽ ആരെങ്കിലും ഇതിനു മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി ഞങ്ങൾക്ക് പെൻഷനേ കിട്ടുന്നില്ല. അതെല്ലാം ഈ CPMകാരും ഇടതുപക്ഷക്കാരും എല്ലാം കൊണ്ടുകിടന്നങ്ങ് തിന്നുകയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ആരെങ്കിലും പറഞ്ഞോ? ഒരാളെങ്കിലും ജീവിച്ചിരുന്നില്ലെങ്കിൽ ആ പെൻഷൻ തിരിച്ചടയ്ക്കുന്ന പാരമ്പര്യമാണ് ആ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കുള്ളത്. അല്ലാതെ ഇല്ലാത്ത ഒരാളുടെ പേരിൽ പെൻഷൻ എടുക്കാനൊന്നും പറ്റില്ല. രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. ഇവിടുത്തെ അതിനുള്ള ന്യായ സംഹിതകളൊക്കെ ഉണ്ട്. കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. അവിടെ ഒന്നും അങ്ങനെ ഇല്ലാത്ത ആളുടെ പേരിൽ പെൻഷനൊന്നും എഴുതി വാങ്ങിക്കാൻ പറ്റില്ല. ആകെ 4 പേരുടെ പേരിൽ പരാതി വന്നത് 4 കോൺഗ്രസ്സാണ്.
കോൺഗ്രസിൻ്റെ വാർഡ് കൗൺസിലർമാർ 4 പേരാണ് പെൻഷൻ ഇല്ലാത്ത മരിച്ചുപോയ ആളുടെ പെൻഷൻ എഴുതി വാങ്ങിച്ചത്. കൈയോടെ അത് പിടിച്ചിട്ടുണ്ട്. അവനൊക്കെ ഇപ്പം പുറത്തല്ല, അകത്താണ്. KSKTU ദേവികുളങ്ങര മേഖലാ പ്രസിഡന്റ് G ശശിധരൻ അധ്യക്ഷനായി. K പ്രസാദ് സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞു. KSKTU കായംകുളം ഏരിയ സെക്രട്ടറി V പ്രഭാകരൻ, CPM ദേവികുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R ശശിധരൻ, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളിക്കല, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഖ, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗം C ശ്രീദേവി, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗം C ശ്രീദേവി, രമണൻ, ബിജു ശിവരാമൻ, R രഞ്ജുലാൽ, ഹരിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ മേഖലാ ഭാരവാഹികളായി G ശശിധരനെ പ്രസിഡന്റായും, K രാധാകൃഷ്ണനെ സെക്രട്ടറിയായും, രാമദേവനെ വൈസ് പ്രസിഡന്റായും, ഹരിലാലിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. രാമദേവൻ സമ്മേളനത്തിന് കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം. കേരള ഓട്ടോമൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ് എംപ്ലോയീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി P ഗാനകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഓട്ടോമൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ് എംപ്ലോയീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി P ഗാനകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യദിനം നമ്മളെ ആചരിക്കുമ്പോൾ ആഘോഷിക്കുമ്പോഴും രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വൻപിച്ച മുന്നേറ്റമുണ്ടാക്കിയ രാജ്യമാണ് ഇന്ത്യ. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റവും അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന കൊളോണിയൽ വാഴ്ച അവസാനിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ലോകത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആ സ്വാതന്ത്ര്യത്തിലൂടെ മാറ്റം വന്നത് ലോകരാജ്യങ്ങളിൽ മുതലാളിത്ത സമ്പൽ വ്യവസ്ഥ നിലകൊള്ളുന്നതും സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ മുന്നേറ്റമായിരുന്നു. എന്നാൽ ഇന്ന് സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റായി രാജ്യം മാറിയെന്ന് മാത്രമല്ല, അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റായി, ഒരു രാജ്യമായി ഇന്ത്യ മാറ്റിയെടുക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ പരിശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓട്ടോമൊബൈൽ രംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങൾക്കറിയാം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അടിക്കടി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്ത് ഓരോ മോട്ടോർ രംഗത്തെ വ്യവസായം പോലും തകർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഗത സംഘം ചെയർമാൻ B അബിൻ ഷാ സ്വാഗതം പറഞ്ഞു. പല ഘട്ടങ്ങളിൽ അടിമകളെ പോലെ കരുതിയിരുന്ന ജനവിഭാഗത്തെ ചാതുർവർണ്ണയത്തിലും മുതലാളിത്വത്തിലും ആ 2 ഘട്ടത്തിലൂടെ ഈ ഇന്ത്യയിലെ ജനതയെ നാനാത്വത്തിൽ ഏകത്വമെന്ന ജവഹർലാൽ നെഹ്റു തൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ നാനാത്വത്തിൽ ഏകത്വമുള്ള ഈ നാട് പുതിയ സ്വാതന്ത്ര്യ പുലരിയിലേക്ക് വന്ന ദിവസമാണിന്ന്, ആഗസ്റ്റ് 15. സംഘടനയുടെ പ്രസിഡന്റ് PU ശാന്താറാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം വൈശാഖ് CV രക്തസാക്ഷി പ്രമേയവും ജില്ലാ കമ്മിറ്റി അംഗം വരുൺ AD അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘടനയുടെ സെക്രട്ടറി സുഭാഷസ് പ്രവർത്തന റിപ്പോർട്ടും ജനറൽ സെക്രട്ടറി K രജീഷ് ബാബു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ ABM ജോയ് കണക്കും അവതരിപ്പിച്ചു. NN കൃഷ്ണദാസ്, ഹരിലാൽ, R ഹരിദാസൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. M രാമചന്ദ്രൻ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് CPI മാർച്ച് നടത്തി. CPI ബുക്ക് ചെയ്ത ട്രെയിനുകൾ റദ്ദ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. സെപ്റ്റംബർ 1 CPI ഡൽഹിയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സമരത്തിനായി ബുക്ക് ചെയ്ത ട്രെയിൻ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് CPI മാർച്ച് നടത്തിയത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും സമരങ്ങളെയും ഭയപ്പെടുന്നത് ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെ പ്രത്യേകതയാണെന്ന് മാർച്ചിൽ പങ്കെടുത്തവർ പറഞ്ഞു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി CA അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ജനാധിപത്യ ഇന്ത്യയിൽ ഈ രാജ്യത്തിന്റെ പോരാട്ട സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നെടുനായകത്വം വഹിച്ച പ്രസ്ഥാനത്തിന്റെ ഭാഗമായ സഖാക്കളാണ്. ആ കരുതലുകൾ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ ഇന്ത്യയിൽ നടക്കുന്ന ആ പോരാട്ടത്തിന്റെ ഉജ്ജ്വലമായ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും കമ്മ്യൂണിസ്റ്റുകാർ ആ സമരത്തിലേക്ക് ഒഴുകിയെത്താൻ വേണ്ടി പോകുന്നു. പ്രിയപ്പെട്ടവരെ, കേവലം ഒരു ട്രെയിൻ റദ്ദ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരന്റെ സമരത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കരുതിയെങ്കിൽ ആ കരുതലുകൾ തെറ്റാണെന്ന് വരും ദിവസങ്ങൾ തെളിയാൻ വേണ്ടി പോകുന്നു. ആ പ്രക്ഷോഭങ്ങളുടെ, ആ പ്രതിഷേധങ്ങളുടെ ഭാഗമാണ് ഇന്ന് ചെങ്ങന്നൂരിലെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര വേഗത്തിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്.
കേരളത്തിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിലേക്കും വല്ലും ചെറുതുമായ പ്രതിഷേധങ്ങൾ ഇന്ന് സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാട്ട വീര്യത്തെ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉയർത്തിയത് മുദ്രാവാക്യങ്ങൾ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം എം ശ്രീകുമാർ അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി ആർ സന്ദീപ്, മാന്നാർ മണ്ഡലം സെക്രട്ടറി ജി ഹരികുമാർ, ജില്ലാ കമ്മിറ്റി അംഗം ഇസ്ലാം ഷാ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ ജെ തോമസ്, മറ്റ് നേതാക്കളായ അംജാദ്, സുബൈർ, ഷുഹൈബ് മുഹമ്മദ്, അനസ് പൂവാലംപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. CDN ന്യൂസ് ചെങ്ങന്നൂർ. മാവേലിക്കര പുതിയകാവ് ഭാഗത്തു നിന്നും 24.115 ഗ്രാം ബ്രൗൺ ഷുഗറുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ തണ്ടറിന്റെയും ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെയും ഭാഗമായി മാവേലിക്കര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടോണി ജോസും സംഘവുമാണ് ഇയാളെ പിടികൂടിയത്. ഓപ്പറേഷൻ തണ്ടറിന്റെയും ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെയും ഭാഗമായി മാവേലിക്കര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടോണി ജോസും സംഘവും ആലപ്പുഴ IBയും മാവേലിക്കര പുതിയകാവ് ഭാഗത്തു നിന്നും 24.115 ഗ്രാം ബ്രൗൺ ഷുഗറുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്ത് മാൾട്ട ജില്ലയിൽ പുഗരിയ പോസ്റ്റ് ഓഫീസ് പരിധിയിൽ താമസക്കാരനായ SK മുഷ്താഖിം ആണ് പിടിയിലായത്. മാവേലിക്കര കരയാമട്ടത്തിനടുത്തുള്ള പുതിയകാവ് പാലത്തിന് കിഴക്കുവശം യമഹ സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുവന്ന ബ്രൗൺ ഷുഗറുമായാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ പിടികൂടിയത്. മാവേലിക്കര എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഇൻസ്പെക്ടർ സജിത് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഹാരിസ് S, പ്രിവന്റീവ് ഓഫീസർ സുനിൽകുമാർ B, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡുമാരായ പ്രവീൺ B, അനു തുടങ്ങിയവർ പങ്കെടുത്തു. CDN ന്യൂസ് മാവേലിക്കര. കായംകുളം ഹോളി ട്രിനിറ്റി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ 80ാമത് സ്വാതന്ത്ര്യദിന ആഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ മായാജി നായർ പതാക ഉയർത്തി. സ്കൂൾ മാനേജർ ജോസ് കെ വർഗീസ് സ്വാതന്ത്ര്യ സന്ദേശം നൽകി. തുടർന്ന് കലാമത്സരങ്ങളും നടന്നു. വർഷങ്ങളായിട്ടുള്ള ദേശാഭിമാനികളുടെ നിരന്തരമായ കഠിനാധ്വാനത്തിൽ നിന്ന് നേടിയെടുക്കാം. ഞങ്ങൾ സോഷ്യൽ സ്റ്റഡീസ് പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. അതാരൊക്കെയാണ് ദേശാഭിമാനികൾ? വളരെ പ്രമുഖരായ പലരെ പറ്റി നിങ്ങൾ പഠിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, അബ്ദുൽ കലാം ആസാദ്, മുഹമ്മദ് അലി ജിന്ന. ഭാരതം വിഭജിച്ചപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയെങ്കിലും അദ്ദേഹവും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അങ്ങനെ അനവധിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്.
ഇനിയൊരു ഇടവേള.